അതാണ് തൊട്ടതിനും പിടിച്ചതിനും ഇഡി വരുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ബിജെപി ഈ വിഷയത്തിൽ ഇഡി വരുമെന്ന ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞതായി കണ്ടില്ല. ജി താങ്കൾക്ക് മറുപടി നൽകാം. മുഖ്യമന്ത്രിയെ പിടിച്ച് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് 9 മാസക്കാലം ജയിലിലിട്ട ഇഡി പിണറായി വിജയന്റെ കാര്യത്തിൽ എന്താ മിണ്ടാതിരിക്കുന്നത്? ജിജി പെട്ടെന്ന് പറഞ്ഞോളൂ, സമയക്കുറവുണ്ട്. ഞാൻ ചോദിക്കട്ടെ ഷെഫീർ, ഒരു കാര്യമുണ്ട്. ഈ ചാനലിൽ തന്നെ ശ്രീമതി സ്മൃതിയോടൊപ്പം തന്നെ CPM-നെതിരെ ഇഡി കേസെടുത്തതിന് എന്തിനാണ് ദുഷ്ടലാക്കല്ലേ എന്ന് ചോദിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ഫ്രീസ് ചെയ്തപ്പോൾ അതിനുവേണ്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഇഡിക്ക് എതിരെ നിങ്ങൾ ഇഡി വരണം, കേന്ദ്ര സർക്കാർ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ വിളിച്ചു വരുത്തി അവസാനം പിന്നെ പരാതി പറയരുത്. അവസാനം നിങ്ങൾ പരാതി പറയരുത്. ഞാൻ പറയുന്നത് അല്ലല്ലേ, ഞങ്ങൾ വരാൻ തയ്യാറാന്നേ. ഞങ്ങൾ വരാൻ തയ്യാറാ. നിങ്ങൾ കൊടുക്കുക. ഇതിന്റെ അകത്തെ പ്രശ്നം അല്ലല്ല ഇതിന്റെ അകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ അകത്ത് പറയുന്നതും ഇതിന്റെ അകത്ത് പ്രവർത്തിക്കുന്നതും ഇതിന്റെ അകത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും മുഴുവൻ ഇതിന്റെ അകത്തെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് CPM-ൽപ്പെട്ട ഒരു MLA ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആരോപണം ഉന്നയിക്കാം, അല്ലെങ്കിൽ പറയാം. കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര നിങ്ങൾ അന്വേഷിക്കുക. പിന്നെ ഷെഫീറിനോട് ഒരു കാര്യം പറയട്ടെ. കെ സുധാകരനാണ് നിങ്ങളുടെ KPCC പ്രസിഡന്റാണ് പറഞ്ഞത് ഞാൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അല്ലാതെ ഞങ്ങളല്ല. ഏത് ശാഖയാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി നാളെ വാർത്താ സമ്മേളനം നടത്താനിരിക്കുന്നേയുള്ളൂ. പക്ഷെ മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ ആകെ പാർട്ടി പരിപാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച മാത്രമാണല്ലോ നമ്മൾ കണ്ടത്. ശ്രീജി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.